സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 14 പ്രവചനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നാം നേരിടേണ്ടി വരുന്ന ആത്മീയ സമരങ്ങൾ മാത്രമല്ല ഉള്ളത്, ഈ ലോകത്തിന്റെ ഭൗതികമായ വെല്ലുവിളികളും നാം നേരിടേണ്ടതുണ്ട്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഈ വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പാപങ്ങൾ നിമിത്തം ഭൂമി വളരെയേറെ സഹിക്കേണ്ടി വരുമെന്ന് എനിക്കും അതുപോലെ മറ്റു പലർക്കും വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. സമയം കടന്നു പോകുന്നതിന് മുമ്പ് മാറ്റം വരുത്താൻ നമ്മെ പ്രേരിപ്പിക്കാനായി ദൈവത്തിന്റെ ദൂതന്മാരും ദൈവം തന്നെയും നമുക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നു. ശരിയായ ജ്ഞാനത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരണമെന്നും ഉചിതമായ തീരുമാനമെടുക്കാൻ നമ്മെ ത്വരിതപ്പെടുത്തണമെന്നുമാണ് അവിടുത്തെ ലക്ഷ്യം. അങ്ങനെ നമുക്ക് വരാനിരിക്കുന്ന പല വിപത്തുകളും ഒഴിവാക്കാനോ അല്ലെങ്കിൽ ലഘൂകരിക്കാനെങ്കിലുമോ സാധിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവം ഇങ്ങനെ മുൻകൂട്ടി അറിയിക്കുമ്പോൾ എത്ര ഗുരുതരമായ കാര്യങ്ങളാണ് പ്രവചിക്കപ്പെട്ടതെങ്കിലും അതിനൊരു പോംവഴി എപ്പോഴും അവിടുന്ന് കരുതുകയും തന്റെ വിശ്വസ്തരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. എന്റെ ദൗത്യം ആരംഭിച്ചിട്ട് ഇതുവരെയുള്ള കാലത്തിനിടയ്ക്ക് ദൈവം അവിടുത്തെ സന്ദേശങ്ങളിലൂടെ നിർദ്ദേശിക്കുന്ന പരിഹാരം എല്ലായ്പ്പോഴും ഒന്നു തന്നെയായിരുന്നു. വ്യക്തിപരമായി നമുക്കോരോരുത്തർക്കും ഹൃദയപരിവർത്തനം വരുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക. സഭയ്ക്കുള്ളത് അനുരഞ്ജനപ്പെടുകയും വിഭജനത്തെ മറികടക്കുകയും ചെയ്യുക. ഈ വിഭജനങ്ങളാണ് നിങ്ങളെ ദുർബലരാക്കിയത്. അത് നിങ്ങൾക്കൊരു അപമാനവുമാണ്. പരസ്പരം പകയുടെ കൂരമ്പകൾ അയക്കുന്നത് നിർത്തുക. അതുവഴി ദൈവിക നീതി നിങ്ങളുടെ മേൽ കൂന കൂട്ടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. സന്ദേശങ്ങളിൽ മുന്നറിയിപ്പുള്ളപ്പോൾ, അതായത് വരാനിരിക്കുന്ന ഏതെങ്കിലും കാര്യം അവിടുന്ന് മുൻകൂട്ടി അറിയിക്കുമ്പോൾ, അതെപ്പോഴും സ്വാഭാവികം ആയിരിക്കും. അതായത് നമ്മുടെ പ്രതികരണം അനുസരിച്ച് അതിനു മാറ്റം വരാം. പഴയ നിയമത്തിൽ യോനായുടെ പുസ്തകമാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. പ്രവാചകനായ യോന വഴി ദൈവം നിനവേ നിവാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. തങ്ങളുടെ വഴികൾ നേരെയാക്കിയില്ലെങ്കിൽ വലിയ വിപത്ത് വന്നു ഭവിക്കുമെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. കർത്താവിന്റെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടു. അവർ അനുതപിച്ചു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ആ വിപത്ത് ഒഴിവായിപ്പോയി. ഈ അടുത്ത കാലത്തെല്ലാം നമ്മുടെ പാപം കാരണമായി വരാൻ പോകുന്ന വിപത്തുകൾ നമ്മുടെ രീതിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വന്ന് അനുഭവിക്കാൻ പോകുന്ന അത്യാഹിതങ്ങൾ അവിടുന്ന് കാണിച്ചു തരാറുണ്ട്. ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ 9/11 ആക്രമണം, ഏഷ്യൻ സുനാമി, ഇവയെക്കുറിച്ചെല്ലാം പ്രതീകാത്മകമായി മുന്നറിയിപ്പ് തന്നിരുന്നു. അതിനെപ്പറ്റി വിശദമായി പിന്നീട് പ്രതിപാദിക്കാം. ഈ 2 ദുരന്തങ്ങളെക്കാളും ഗുരുതരമായതാണ് ദൈവം എനിക്ക് കാണിച്ചെന്ന ഭൂമിയുടെ മേൽ വരാനിരിക്കുന്ന അഗ്നിയാലുള്ള ശിക്ഷ. അഗ്നി ചുഴലിക്കാറ്റായിട്ടായിരിക്കും വരിക. ഭൂമിയുടെ 3/4 ഭാഗവും നാശത്തിനിരയാകും. ആദ്യം പ്രവചനങ്ങളെപ്പറ്റി പൊതുവായി പറയാം. പ്രവചനം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ വരവിന് മുമ്പും വരവിന് ശേഷവും. ക്രിസ്തുവിന്റെ വളരെ മുമ്പ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഏലിയ പ്രവാചകൻ മരിച്ചിട്ടില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. കുറഞ്ഞ പക്ഷം നാമൊക്കെ മരിക്കുന്ന രീതിയിൽ മരിച്ചിട്ടില്ല. പകരം തന്റെ ശിഷ്യനായ ഏലീശ നോക്കി നിൽക്കെ ആഗ്നേയരഥത്തിൽ മുകളിലേക്ക് എടുക്കപ്പെട്ടു. ഇങ്ങനെയൊരു അപൂർവ ഭാഗ്യം ഏലിയയ്ക്ക് ദൈവം നൽകിയതിനെ ഏലിയായുടെ പ്രവാചക ശുശ്രൂഷ ഭൂമിയിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിന്റെ അടയാളമായി വ്യാഖ്യാനിക്കാം. ഏതാണ്ട് 2000 വർഷം മുമ്പ് എഴുതിയ വിശുദ്ധ ബൈബിളിനോടുകൂടി എല്ലാ പ്രവചനങ്ങളും അവസാനിച്ചു എന്ന് ചില വിശ്വാസികൾക്കിടയിൽ ഒരു ചിന്തയുണ്ട്. എന്നാൽ ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല കർത്താവിന് തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരിൽ കൂടി പ്രവചന ശുശ്രൂഷ നടത്താൻ പാടില്ല എന്ന്. അവിടുന്ന് കാലങ്ങളായി അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പുതിയ പ്രവചനങ്ങളിൽ ബൈബിളിന് വിരുദ്ധമായി ഉണ്ടായിക്കൂടാ എന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെയായാൽ അത് ദൈവത്തിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേലിലെ പ്രവാചകന്മാർ കർത്താവ് ഇങ്ങനെ പറയുന്നു എന്ന് കൂടെ കൂടെ പറയാറുണ്ട്. അതുപോലെ എനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളിലും എന്നെ ശ്രവിക്കുവിൻ എന്ന് കർത്താവ് അധികാരത്തോടും പ്രാഭവത്തോടും എന്നാൽ മാർദ്ദവത്തോടെയും പറയാറുണ്ട്. പ്രവചനവരം സഭയുടെ വളർച്ചയിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ അത് ആരെയാണോ ഉന്നം വഹിക്കുന്നത് അവരുടെ ജീവിതത്തിലും. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ പ്രധാനമായ പ്രവചനവരം
പക്ഷേ സഭാധികാരികളിൽ നിന്ന് പലപ്പോഴും എതിർപ്പ് വിളിച്ചു വരുത്താറുണ്ട്. കർത്താവ് ഏൽപ്പിച്ച കടമകൾ പൂർത്തിയാക്കുന്നതിൽ അവർ വരുത്തിയ വീഴ്ചകളെ കർത്താവ് ശക്തിയായി ശാസിക്കുന്നതാണ് അതിന് കാരണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും ശാസനവും അഭിഷിക്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ അവരിലൂടെ മാത്രമേ ആകാവൂ എന്നാണ് ചില സഭാ നേതാക്കന്മാരുടെ നിലപാട്. അവരുടെ പദവിയിൽ ഉള്ളവരിൽ നിന്നല്ലാതെ പുറത്തു വരുന്ന എല്ലാ തിരുത്തൽ സ്വരവും അവർ അപ്പാടെ നിരസിക്കും. എങ്ങനെയായാലും പ്രവാചകന്മാർ സഭയുടെ നന്മയ്ക്ക് വേണ്ടി സഭയ്ക്കുള്ളിലെ ശബ്ദമായി നിലകൊള്ളും. ദൈവം തീരെ നിസ്സാരമായ ഉപകരണങ്ങളെ ജോവാൻ ഓഫ് ആർക്കിനെ പോലെ സാധുക്കൾക്കും നിരക്ഷര കക്ഷികളുമായുള്ളവരെ പോലും ഉപയോഗിക്കാറുണ്ടെന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ജോവാൻ ഓഫ് ആർക്കിന് ദൈവശാസ്ത്രപരമായി ഒരറിവും ഇല്ലായിരുന്നല്ലോ. പ്രവാചകന്റെ ചുമതല താക്കീത് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ മയപ്പെടുത്താതെ അത് ചെയ്യുക എന്നതാണ്. പ്രവാചകൻ അങ്ങനെ ചെയ്യാതിരുന്നാൽ അവസാനം അവരും കണക്ക് കൊടുക്കേണ്ടി വരും. ജനം നിരാശയിലായിരിക്കുമ്പോൾ അവർക്ക് പ്രത്യാശ കൊടുത്തുകൊണ്ട് അനുകമ്പയോടെ അവരെ ആശ്വസിപ്പിക്കാൻ പ്രവാചകനോട് ദൈവം ആവശ്യപ്പെടും. സഭയിലെ ആളുകൾ പാപത്തിലാണെന്ന് കണ്ടാൽ ദൈവം അവരുടെ തെറ്റായ നടപടികളെ ശക്തമായി ശാസിക്കും. അതോടൊപ്പം തന്നെ അവരെ തിരുത്താനായി ഇടപെടുകയും ചെയ്യും. കർത്താവ് സഭയെ ശാസിക്കും, പക്ഷേ ഒരിക്കലും ആക്രമിക്കുകയോ നശിപ്പിക്കുകയോ ഇല്ല. കർത്താവ് സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അതിനെ നാശത്തിൽ നിന്ന് ഒഴിവാക്കാനാണ്. സാത്താൻ ഒരിക്കലും സഭയെ കീഴടക്കുകയില്ലെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. മത്തായി 16:18. ഫെബ്രുവരി 2, 2000 സന്ദേശത്തിൽ പ്രവാചകന്റെ കടമയെപ്പറ്റി കർത്താവ് തന്നെ വിശദീകരിക്കുന്നു. എന്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ ആനന്ദിക്കാനും എന്റെ മാധുര്യം ആസ്വദിക്കാനും എന്റെ മഹിമ പ്രതാപത്തിലേക്ക് കടന്നുവരാൻ അവരെ അനുവദിച്ചുകൊണ്ടും അവർക്കവിടെ പ്രവേശനം നൽകിക്കൊണ്ടും എന്റെ പരിശുദ്ധിയിൽ എന്നെ ധ്യാനിക്കാൻ എന്റെ പ്രവാചകരെ ഞാൻ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ദൈവമായ എന്നെ തന്നെ ധ്യാനിക്കുകയും പരമാനന്ദദായകമായ ആ ദർശനത്തിന്റെ മുന്നാസ്വാദനം അനുഭവിക്കുകയും ചെയ്യുക എന്ന ഒരേ ഒരു ദൈവശാസ്ത്രമല്ലാതെ വേറൊന്നില്ല. അതുമാത്രമാണ് യഥാർത്ഥവും വിശുദ്ധവുമായ ദൈവശാസ്ത്രം. തന്റെ ദൈവജ്ഞാനം കൊണ്ട് കടലാസുകൾ മാറ്റിമറിച്ച് പ്രവചനമാക്കുന്ന പഠിച്ച ദൈവശാസ്ത്രജ്ഞനല്ല പ്രവാചകൻ. പിന്നെയോ ഞാൻ സ്നേഹത്തിൽ അഭ്യഞ്ജനം ചെയ്ത് അഭിഷേകം ചെയ്തവരും തീപ്പരി പോലെ എൻ്റെ ജനങ്ങളോട് പ്രഘോഷിക്കാനുള്ള സ്വർഗീയവും അസാധാരണവുമായ ദൈവിക പ്രചോദനങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പകർന്നെടുക്കുന്നതിനു വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ പാർപ്പിച്ചിരിക്കുന്നവരുമാണ് പ്രവാചകർ. സഭയിലുണ്ടാകുന്ന ഈ മതത്യാഗം അനാദിയിലെ ഞാൻ മുൻകൂട്ടി കണ്ടതാണ്. എൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഞാൻ താണിറങ്ങി എൻ്റെ പ്രേമലേഖനം സ്വർഗീയ കവിതയാക്കി നിനക്ക് വെളിപ്പെടുത്തി തന്നിട്ട് എൻ്റെ അനന്തകരുണയിൽ ഞാൻ ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ഇടപെടലുകൾ ലോകത്തിന് നിന്നിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്ന എൻ്റെ രക്ഷാകര പ്രവൃത്തിയും അതോടൊപ്പം ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. ഒരു പ്രവാചകന്റെ ജോലി ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്ന ആരെയും ദൈവത്തിന് ഉപയോഗിക്കാം. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് 1917 കർത്താവ് പരിശുദ്ധ അമ്മയെ പോർച്ചുഗലിലെ ഗ്രാമമായ ഫാത്തിമയിലേക്ക് അയച്ചു. അവിടെ നമ്മുടെ അമ്മ പാവപ്പെട്ട വിദ്യാവിഹീനരായ 3 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ കന്യക അവരോട് പറഞ്ഞു, ലോകം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തെക്കാൾ ഭയങ്കരമായ ഒരു 2ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയും റഷ്യ അവരുടെ തെറ്റുകൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്യും. സഭയും ജനങ്ങളും ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അതിനു പകരം ഫാത്തിമയിലെ കുട്ടികളോട് മോശമായി പെരുമാറുകയും മാതാവിൻ്റെ പ്രവചനങ്ങൾ അവഗണിക്കുകയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, മാതാവ് കുട്ടികളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിച്ചു. ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന് ശേഷം 23 വർഷങ്ങൾ കഴിഞ്ഞ് 2ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. 1917 പ്രത്യക്ഷപ്പെടലിന്റെ അതേ വർഷം തന്നെ ഉണ്ടായ ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അനേകരെ അടിമകളാക്കിയും കൊന്നൊടുക്കിയും കമ്മ്യൂണിസം ലോകമെങ്ങും വ്യാപിച്ചു. യൂറോപ്പിൽ കമ്മ്യൂണിസം തവിടുപൊടിയാകുമെന്ന് 1980കളിൽ റഷ്യയും മറ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തങ്ങളുടെ അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഇരിക്കുന്ന സമയത്ത് ആരും സമ്മതിക്കുമെന്ന് കരുതാനാവില്ല.
1988 ജനുവരി 4-ാം തീയതി തിടുക്കപ്പെട്ട് കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് ഞാൻ കേട്ടു. ആ സ്വരത്തിൽ നിന്നും അവിടുന്ന് വളരെ ദുഃഖിതനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓടിപ്പോയി എഴുതാനായി പെൻസിലെടുത്തു. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഒരു പ്രിയപ്പെട്ട മകൾ മരിച്ചു കിടക്കുന്നു, നിന്റെ ഒരു സഹോദരി. എന്തുകൊണ്ടാണ് അവിടുന്ന് സോവിയറ്റ് യൂണിയനെ എൻ്റെ സഹോദരി എന്ന് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ ജനങ്ങളും നേരത്തെ എന്നെ പോലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിരുന്നു. ആരാണ് മരിച്ചു കിടക്കുന്നത് കർത്താവെ? എൻ്റെ ഏറെ പ്രിയപ്പെട്ട മകൾ റഷ്യ. സ്വന്തം പേര് തന്നെ വിളിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ കർത്താവ് വളരെ തിടുക്കത്തിൽ പറഞ്ഞു, വരൂ വരൂ, അവളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവിടുന്ന് എൻ്റെ ആത്മാവിനെ ഒരു ദർശനത്തിലേക്ക് നയിച്ചു. ഞാൻ ഒരു വലിയ വിജന പ്രദേശത്ത് ഒരു മരുഭൂമിയുടെ അരികിലായി നിൽക്കുന്നതായി ഞാൻ കണ്ടു. എൻ്റെ മുമ്പിലായി ഏതാണ്ട് 2 മീറ്റർ അകലെ ആ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന സൂര്യതാപമേറ്റ് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നതിലേക്ക് അവിടുന്ന് കൈ ചൂണ്ടി. അവളുടെ ശരീരം മർദ്ദനമേറ്റ് ശോഷിച്ചിരുന്നു. മരിച്ചു കിടക്കുമ്പോഴും അവൾ ഉപേക്ഷിക്കപ്പെട്ടവളായി കാണപ്പെട്ടു. ദർശനത്തിൽ നാം കാര്യങ്ങൾ യഥാർത്ഥമായിട്ടാണ് കാണുന്നത്. അതുപോലെ യഥാർത്ഥമായി നാം അവ അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവളുടെ അവസ്ഥ കാണുകയും നമ്മുടെ കർത്താവ് അവളെ ഓർത്ത് എത്രമാത്രം ദുഃഖാർത്തനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാൻ കണ്ണീർ വാർത്തു. കരയേണ്ട, ഞാൻ അവളെ എൻ്റെ മഹത്വത്തിനായി പുനരുദ്ധരിക്കും. ലാസറിനെ പുനരുജ്ജീവിപ്പിച്ചതുപോലെ ഞാൻ അവളെയും പുനരുജ്ജീവിപ്പിക്കും. റഷ്യയിലും അതുപോലെ മറ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അവർ അവിടുത്തെ ഭവനങ്ങൾ കത്തിക്കുകയും നിരീശ്വരവാദികളാക്കുകയും ചെയ്തു. അവിടുന്ന് റഷ്യയുടെ അരികിൽ തന്നെ ഉണ്ടെന്നും തന്റെ കൈത്തലം വെച്ച് അവളുടെ ഹൃദയത്തിന് ചൂട് പകർന്ന് അവളെ ഉയർപ്പിക്കുകയും അവൾ അവിടുത്തെ മഹത്വപ്പെടുത്തത്തക്ക വിധം അവളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമെന്നും അതുകൊണ്ട് ഞാൻ കരയേണ്ട കാര്യമില്ലെന്നും അവിടുന്ന് പറഞ്ഞു. ഇതിനുശേഷം ഏറെ കഴിയുന്നതിനു മുമ്പ് റഷ്യയിൽ കമ്മ്യൂണിസം നശിച്ചെന്ന് നാം കേട്ടു. ഈ പ്രവചനം സത്യമായി ഭവിച്ചത് 1991 ഓഗസ്റ്റിൽ ഓർത്തഡോക്സ് സഭയിലെ രൂപാന്തരീകരണത്തിന്റെ തിരുനാൾ ദിവസം സംഭവിച്ച സോവിയറ്റ് യൂണിയന്റെ വിഘടനത്തോടെയാണ്. അത് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1991 ഡിസംബർ 25-നാണ്, കർത്താവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ ദിവസം. പരിശുദ്ധ കന്യകയുടെ 1917 മുന്നറിയിപ്പ് നാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വലിയൊരളവ് ദുരിതം ഒഴിവാക്കാമായിരുന്നു. കർത്താവ് നമുക്ക് നിരന്തരമായി മുന്നറിയിപ്പ് നൽകുകയും മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇക്കാലത്തും അത് സത്യമാണ്. റഷ്യ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നതിനെ പറ്റി എനിക്ക് വേറെയും ധാരാളം പ്രവചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റേതൊരു രാജ്യത്തെക്കാളും ഉപരിയായി ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു രാജ്യമായി റഷ്യ ഉയരുമെന്നും അവൾ അനേക ജനതകൾക്ക് നേതാവാകുമെന്നുമുള്ള പ്രവചനമാണ് എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ പതിഞ്ഞത്. റഷ്യ നീ ജീവിക്കും തുടങ്ങിയ വാക്കുകൾ കൊണ്ട് അവളുടെ പ്രയോഗക്ഷമമായ പുനരുദ്ധാനത്തെ കർത്താവ് വളരെ ശക്തമായി അവതരിപ്പിച്ചു. റഷ്യ ക്രൈസ്തവ ജീവിതത്തെ വളരെ അധികാരത്തോടെ സംരക്ഷിക്കുമെന്ന പ്രവചനം ഇനിയും പൂർത്തിയാകാനിരിക്കുന്നതേയുള്ളൂ. ഇതാ 1993 ഡിസംബർ 13 കിട്ടിയ സന്ദേശത്തിൽ നിന്ന് ഒരു ചെറിയ ഉദ്ധരണി. ഞാൻ പറയുന്നു, നിന്റെ സഹോദരി റഷ്യ അവസാനം അനേക ജനതകൾക്ക് നേതാവാകുകയും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവളുടെ ഇടയന്മാരെ ഞാൻ എണ്ണമറ്റ ജനതകൾക്ക് നേതാക്കന്മാരായി നിയമിക്കുകയും ചെയ്യും. അഗ്നി കൊണ്ടുള്ള അതികഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം 1987 സെപ്റ്റംബർ 1-നാണ്. ഒരു ദർശനം എനിക്ക് നൽകപ്പെട്ടു. ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടു. വസുല, നിന്നെ എൻ്റെ പക്കലേക്ക് ഉയർത്തി ഞാൻ നിനക്കൊരു ദർശനം നൽകും. ആകാശം എങ്ങനെയായിരിക്കും എന്ന് നിന്നെ ഞാൻ കാണിക്കും. ആകാശം എനിക്ക് കാണപ്പെട്ടു. ഏതൊരു സാധാരണ രാത്രിയിലെയും പോലെ നക്ഷത്രങ്ങളുമായി അത് കാണപ്പെട്ടു. പിന്നെ അത് മാറി. നക്ഷത്രങ്ങൾക്ക് പകരം അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റെന്തോ പ്രത്യക്ഷമാകാൻ തുടങ്ങി. ചായപ്പൊട്ടുകൾക്ക് സാദൃശ്യമായ എന്തോ ഒന്നുപോലെ, ഒരു ചിത്രകാരന്റെ ചായം കൂട്ടുന്ന പലക പോലെ. പക്ഷേ ഒരു നിറം മറ്റെല്ലാ നിറങ്ങൾക്കും മേലെ ആധിപത്യം പുലർത്തുന്ന പോലെ, എല്ലാ നിറങ്ങളെയും മറികടക്കുന്ന പോലെ. ആ നിറത്തിനാണ് അധികാരം എന്ന് തോന്നിപ്പോകും. അത് ചുവന്ന നിറമായിരുന്നു, കടും ചുവപ്പ് നിറം. അത് വികസിച്ച് കൂടുതൽ കട്ടിയായി. പിന്നെ പുളിച്ച മാവിന്റെ നുര പോലെ നമ്മുടെ മേൽ മുകളിൽ നിന്നും വർഷിക്കപ്പെട്ടു. ഈ പ്രവചനം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. നമുക്ക് മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്നു.
അതുപോലെ തന്നെ ഹൃദയ പരിവർത്തനത്തിനുള്ള സമയവും നൽകപ്പെടുന്നു. ആ ചുവന്ന് കട്ടിയായ ചായം ലാവയോ അഗ്നിയോ ആകാം. ഈ പ്രവചനം ദൈവത്തിൽ നിന്നും പിന്നീട് ലഭിച്ച വിശദാംശങ്ങൾ ചേർത്ത് വികസിപ്പിച്ചത് താഴെ വായിക്കുക. ഇതാണ് ദൈവം പറഞ്ഞത്: ഞാൻ സമയത്തിന്റെ ആരംഭം മുതൽ തന്നെ എന്റെ സൃഷ്ടിയെ സ്നേഹിച്ചു. എന്നാൽ എന്റെ സൃഷ്ടിയെ സൃഷ്ടിച്ചത് എന്നെ സ്നേഹിക്കാനും എന്നെ അവർ അവരുടെ ദൈവമായി തിരിച്ചറിയുവാനും വേണ്ടിയാണ്. സമയത്തിന്റെ ആരംഭം മുതൽ തന്നെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹം ഞാൻ പ്രകടമാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ നീതിയും. എന്നാൽ ലോകം തുടർച്ചയായി എനിക്കെതിരെ അപരാധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും ഞാൻ എങ്ങനെ അവരെ സ്നേഹിക്കുന്നുവെന്നും തുടർച്ചയായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൃഷ്ടികളെ, എൻ്റെ നീതിയുടെ പാനപാത്രം നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ആർത്തനാദങ്ങളുടെ പ്രതിധ്വനി ആകാശം മുഴുവൻ പിടിച്ചു കുലുക്കുകയും വരാനിരിക്കുന്നവയെക്കുറിച്ചോർത്ത് എൻ്റെ മാലാഖമാർ വിറയ്ക്കുകയും ചെയ്യുന്നു. കാപട്യവും ഈശ്വരനിന്ദയും അസന്മാർഗികതയും കണ്ട് എൻ്റെ കണ്ണുകൾ തകർന്നു പോകുന്നു. എൻ്റെ സൃഷ്ടി അതിൻ്റെ അധപതനത്തിൽ സോതോമിന്റെ പകർപ്പ് പോലെയായിരിക്കുന്നു. എൻ്റെ നീതിയുടെ ഇടിമുഴക്കം സോതോമിന്റെ മേൽ പതിച്ചതുപോലെ നിങ്ങളുടെ മേലും പതിക്കും. സൃഷ്ടികളെ, ഞാൻ ആഗതനാകുന്നതിനു മുമ്പേ പശ്ചാത്തപിക്കുക. ദൈവം തന്റെ കാരുണ്യത്താൽ നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ നമ്മെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ചോദ്യം നമുക്കൊരു വൈദ്യനെ ആവശ്യമുണ്ടെന്ന കാര്യമെങ്കിലും അറിയാമോ എന്നതാണ്. അവന്റെ കാരുണ്യത്തെ നാം തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യാറുണ്ടോ? മെയ് 4, 1988 അഗ്നി കൊണ്ടുള്ള അതികഠിനമായ ശിക്ഷയെ സംബന്ധിക്കുന്ന മറ്റൊരു ദർശനം ദൈവം എനിക്ക് നൽകി. അതെന്നെ വിറങ്ങലിപ്പിച്ചു കളഞ്ഞു. ഞാൻ വീടിന് പുറത്തു നിൽക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് അതിശക്തവും അഗ്നിമയവും വിഷം നിറഞ്ഞതും മാരകവുമായ ഒരു കാറ്റ് പ്രകൃതിയുടെ മേൽ ആഞ്ഞടിച്ചു. അത് മരങ്ങളുടെ മുകളിലൂടെ വീശിയപ്പോൾ അവ കരിഞ്ഞുണങ്ങുകയും കത്തിപ്പോവുകയും ചെയ്തു. അതൊരഗ്നിയുടെ കൊടുങ്കാറ്റ് പോലെയായിരുന്നു. അത് കടന്നുപോയ വഴികളിലെല്ലാം ക്ലേശവും ദുഃഖവും അവശേഷിപ്പിച്ചു. ശുദ്ധവായു ശ്വസിക്കാനായി ആളുകൾ പരക്കം പായുകയായിരുന്നു. ആ വായു ശ്വസിച്ചവരെല്ലാം കരിഞ്ഞവരെ പോലെയായി. അവർ സ്വയം അഗ്നി വിഴുങ്ങിയതുപോലെ. യേശു എന്നോട് പറഞ്ഞു, സമയം അടുത്തെത്തിയിരിക്കുന്നു, എന്നത്തേക്കാളും വളരെ അടുത്ത്. ഓ, വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിലേക്ക് വന്നാലും. ഞാനാണ് വഴിയും സത്യവും ജീവനും. സമയം അവശേഷിക്കുന്ന ഈ നേരത്ത് എന്നിലേക്ക് വന്നാലും. മേച്ചിൽ സ്ഥലം ഹരിതാപമായിരിക്കുകയും വൃക്ഷങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് വന്നാലും ഞാൻ നിങ്ങളെ സീമാതീതമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ കുടിലതയും തിന്മ നിറഞ്ഞ പ്രവൃത്തികളും ഗവനിക്കാതെ എന്നും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഓ, സമയം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. വരാനുള്ളത് നിങ്ങളുടെ വളരെ അടുത്താണ്. വീണ്ടും ഡിസംബർ 18, 1994 ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സഭ സന്തോഷാശ്രുക്കൾ പൊഴിക്കും. എന്തെന്നാൽ എൻ്റെ എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹത്തിൽ ഞാൻ മുൻകൂട്ടി കണ്ടതിലും നേരത്തെ ഈ വിശ്വാസ പരിത്യാഗം അവസാനിപ്പിക്കും. ഏറ്റവും മോശമായത് വരാനിരിക്കുന്നു. ഒന്നും വളരെ പെട്ടെന്ന് രൂപപ്പെടുത്തിയെടുക്കാനാവില്ല. എൻ്റെ പിതാവ് തൻ്റെ വൻകരങ്ങൾ ദരിദ്രർക്ക് വെളിപ്പെടുത്തും. എന്നാൽ കിഴക്കു നിന്നും വരുന്ന അഗ്നിക്കൊടുങ്കാറ്റ് വിശ്വാസം ത്യജിച്ചവരെയും എന്നോട് മറുതലിച്ചവരെയും അവരുടെ മാലിന്യം നിറഞ്ഞ പ്രവൃത്തികൾ മൂലം ദഹിപ്പിച്ചു കളയും. കുറ്റവാളി അവന്റെ കുറ്റകൃത്യം മൂലം മരിക്കും. എന്നാൽ അവൻ എൻ്റെ ദിവസത്തിനു മുമ്പ് പരിവർത്തനം ചെയ്യപ്പെടുകയും അവൻ നശിപ്പിച്ചത് പുനരുദ്ധരിക്കുകയും അവന്റെ പാപം അംഗീകരിക്കുകയും ചെയ്താൽ ഞാൻ അവനോട് പൊറുക്കും. അവൻ മരിക്കുകയില്ല, ജീവിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ പരിശുദ്ധമായ നിയമം. കർത്താവ് ഈ അഗ്നിയെക്കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ദൈവം രൂപകങ്ങൾ ഉപയോഗിച്ചാണോ സംസാരിക്കുന്നത്, അതോ വാച്യാർത്ഥത്തിലാണോ സംസാരിക്കുന്നത്? ഈ അഗ്നി ഒരു ആറ്റം ബോംബ് പൊട്ടുമ്പോൾ ഉണ്ടാകുന്നതാണോ, അതോ പ്രകൃതിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണോ? ചിലപ്പോൾ ഒരു ധൂമകേതു പോലെ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചു: എനിക്കറിയില്ല. എനിക്കാകെ അറിയാവുന്നത് ദൈവം സംസാരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള അഗ്നിയെക്കുറിച്ചാണ് എന്ന് മാത്രമാണ്. ദൈവം അതിന് അഗ്നിയുടെ കൊടുങ്കാറ്റ് എന്നാണ് നാമം കൊടുത്തത്. അന്തരീക്ഷം തീ പിടിക്കുന്നത് പോലെയാണത്.
എന്നെ അത് 2 പ്രാവശ്യം കാണിച്ചു തന്നു. ഞാൻ ഈ പ്രവചനങ്ങളെല്ലാം ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്ന പേരിലുള്ള സന്ദേശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 11, 1991 യേശു എനിക്കൊരു പ്രവചനം സന്ദേശമായി തന്നു. അത് പിന്നീട് അമേരിക്കൻ ഐക്യനാടുകൾക്ക് ദാരുണമായ സംഭവമായി തീർന്നു. ഇരട്ട ഗോപുരങ്ങൾ ഉൾപ്പെട്ട മഹാദുരന്തം സംഭവിക്കുന്നതിന്റെ കൃത്യം 10 വർഷം മുമ്പുള്ള ദിവസമായിരുന്നു ആ പ്രവചനം നൽകപ്പെട്ടത്. ആ സന്ദേശത്തിൽ ദൈവം മനുഷ്യവംശവുമായി വളരെ അനിഷ്ടത്തിലാണെന്ന് തോന്നിപ്പിച്ചു. ദുഃഖാർത്തനായി ഈ സന്ദേശം എഴുതുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. എന്റെ കണ്ണുകൾ താഴെ ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുന്നു. ഞാൻ ഓരോരോ രാജ്യത്തിലും ആത്മാക്കളെ അരിച്ചു പെറുക്കുകയാണ്. അല്പമെങ്കിലും ഇളം ചൂടിനു വേണ്ടി, അല്പം മഹാമനസ്കതയ്ക്ക് വേണ്ടി, അല്പം സ്നേഹത്തിനു വേണ്ടി. പക്ഷേ വളരെ കുറച്ചാളുകൾ മാത്രമേ എൻ്റെ പ്രീതിക്ക് പാത്രമാവുന്നുള്ളൂ. വളരെ കുറച്ചാളുകൾ മാത്രമാണ് പരിശുദ്ധമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നത്. ദിവസങ്ങൾ വളരെ വേഗം കടന്നു പോകുന്നു. അവസാന വിധിക്കുള്ള മണിക്കൂറുകൾ ഇപ്പോൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ശേഷം വളരെ പെട്ടെന്ന് യേശുവിൻ്റെ സ്വരം മാറി. പിന്നെ ഗൗരവമേറിയ ശബ്ദത്തിൽ പറഞ്ഞു, ഭൂമി വിറയ്ക്കുകയും കുലുങ്ങുകയും ചെയ്യും. തിന്മയുടെ ഗോപുരങ്ങൾ കല്ലിന്റെയും ചരലിന്റെയും കൂമ്പാരമായി തകർന്നടിയുകയും തിന്മയുടെ ധൂളിയിൽ മൂടപ്പെടുകയും ചെയ്യും. മുകളിൽ ആകാശം ഒലിയുകയും ഭൂമിയിൽ അടിസ്ഥാനങ്ങൾ ഇളകുകയും ചെയ്യും. ആ ദിവസം കഴിഞ്ഞ് കൃത്യം 10 വർഷങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 11, 2001 അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി ആക്രമണത്തിന്റെ ഫലമായി ന്യൂയോർക്കിന്റെ ഗോപുരങ്ങൾ തകർന്നു വീണു. ഭീകരമായ മഹാദുരന്തം വിതയ്ക്കുന്ന 9/11 അനുഭവം ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. അത് അമേരിക്കയിലെ ജനങ്ങളെ മുട്ടിന്മേൽ നിൽക്കാൻ പ്രേരിപ്പിച്ചു. കുറച്ചു നാളത്തേക്ക് ദേവാലയങ്ങൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. നാഗരിക ജീവിതത്തിന്റെ മാനസിക പിരിമുറുക്കം മൂലം കാർക്കശിക്കാരനെന്നും ചുണയുള്ളവരെന്നും ഖ്യാതിയുള്ള ന്യൂയോർക്ക് നഗരവാസികൾ പെട്ടെന്ന് മന്ദഗതിയിലാകുകയും പരസ്പരം ദയ കാണിക്കുന്നവരും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമായി. പക്ഷെ അധികം താമസിക്കാതെ തന്നെ അതേൽപ്പിച്ച ആഘാതം കുറഞ്ഞ് ഇല്ലാതെയായി. ശരിക്കും ദൈവത്തിങ്കിലേക്ക് തിരിയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതിനു പകരം ലോകം ആദ്യത്തേക്കാൾ മോശമായി. ഈ ദുരന്തങ്ങൾ നമ്മുടെ മേൽ വന്നു പതിച്ചത് നമ്മുടെ പാപങ്ങൾ മൂലമാണെന്ന് മനസ്സിലാക്കാതെ ലോകം ദൈവത്തിന്റെ വഴികളെക്കാൾ പിശാചിന്റെ വഴികൾ പിന്തുടർന്നു. ഡിസംബർ 26, 2004 സുനാമി തിരകൾ സുമാത്രയെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റു രാജ്യങ്ങളെയും പ്രഹരിച്ചു. പല രാജ്യങ്ങളിൽ നിന്നുമായി 2,30,000-ലധികം ആളുകളാണ് മരിച്ചത്. പല സമയങ്ങളിലായി 4 തവണ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ യേശു ഈ ദുരന്തത്തെ പറ്റിയുള്ള ദർശനങ്ങൾ എനിക്ക് നൽകിയിരുന്നു. സുനാമിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം സെപ്റ്റംബർ 10, 1987 ഇങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചു വച്ചിരുന്നത്. പെട്ടെന്ന് യേശു കഴിഞ്ഞ രാത്രിയിൽ എനിക്കുണ്ടായതും ഞാൻ മറന്നുപോയതുമായ ഒരു സ്വപ്നത്തെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തി. അത് ഞാൻ പിന്നീട് കണ്ട ഒരു ദർശനമായിരുന്നു. എന്നാൽ സ്വപ്നത്തിൽ അത് കൂടുതൽ ദാരുണമായി കാണപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ശ്രദ്ധിക്കുക, ഞാൻ ഈ ദർശനം ഉറക്കത്തിൽ കാണാൻ അനുവദിച്ചത് നിനക്കത് അനുഭവപ്പെടാൻ വേണ്ടിയാണ്. ഇല്ല, ഇനി രക്ഷപ്പെടുവാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ എഴുതി, ഭീമാകാരമായ തിരകൾ പോലെ അത് ആർത്തിരുമ്പി വരുന്നത് ഞാൻ ഓർക്കുന്നു. അസാധ്യമാണെന്നറിഞ്ഞിട്ടും ഓടി രക്ഷപ്പെടുവാനും ഒളിക്കുവാനും ഞാൻ ശ്രമിച്ചു. ഞാൻ നമ്മുടെ കർത്താവിനോട് ചോദിച്ചു, എന്താണിത്? നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഞങ്ങളോട് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട്? അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ സ്നേഹത്തിന്റെ ദൈവമെന്നും നീതിയുടെ ദൈവമെന്നുമാണ് അറിയപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, ഇത് തടയുവാൻ ഞങ്ങൾക്ക് എന്തു ചെയ്യുവാൻ കഴിയും? ദൈവം പറഞ്ഞു, വളരെയേറെ തെറ്റുതിരുത്തലുകൾ ഇപ്പോൾ നിങ്ങളിൽ ഏവരിൽ നിന്നും ആവശ്യമാണ്. കൂടിച്ചേരുകയും ഒന്നാകുകയും വേണം. പരസ്പരം സ്നേഹിക്കണം. എന്നിൽ വിശ്വസിക്കണം. എൻ്റെ സ്വർഗീയ പ്രവൃത്തികളിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ട്. സെപ്റ്റംബർ 11, 1991 ഈ ഗോപുരങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ലഭിച്ച ആ ദിവസം തന്നെ യേശു എനിക്ക് സുനാമിയെക്കുറിച്ചുള്ള 2ാമത്തെ മുന്നറിയിപ്പ് നൽകി. ദ്വീപുകളും സമുദ്രവും ഭൂഖണ്ഡങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇടിമിന്നലും കോപാഗ്നിയുമായി ഞാൻ സന്ദർശിക്കും.
എൻ്റെ മുന്നറിയിപ്പിൻ്റെ അവസാനത്തെ തവണത്തെ വാക്കുകൾ കാതു കൂർപ്പിച്ച് കേൾക്കുക. അല്പസമയം കൂടി അവശേഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സന്ദേശങ്ങൾ വായിക്കുക. സ്വർഗം സംസാരിക്കുമ്പോൾ നിന്ദയും ഭദ്രതയും നടിക്കരുത്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെടുകയും ഞാൻ നിന്നെ ന്യായാധിപനെ കാണിക്കുകയും ചെയ്യും. പിന്നെ 24 ഡിസംബർ 1991 ക്രിസ്തുവിന്റെ ജനനത്തിന്റെ തലേന്ന് എനിക്ക് മൂന്നാമതൊരു സന്ദേശവും ലഭിച്ചു. ക്രിസ്തുമസിന്റെ തലേന്ന് ലഭിച്ചതിനാൽ അത് കൂടുതൽ പ്രാധാന്യമേറിയതുമായിരുന്നു. ആ ദിവസങ്ങളിൽ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതി യേശുവിനെ വളരെ അസന്തുഷ്ടനാക്കിയിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ആ ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോവുകയും അവന്റെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടതിനു പകരം ക്രിസ്മസിനെ വിനോദത്തിനും ഉപഭോഗത്തിനും വേണ്ടിയുള്ള അവധി ദിവസമായി പലരും കരുതി. ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കുന്നതിനും ഉപഹാരങ്ങൾ കൈമാറുന്നതിനും ഛർദ്ദിക്കുന്നതുവരെ ഭക്ഷിക്കുന്നതിനും പ്രാധാന്യം കൊടുത്ത അവർ ക്രിസ്തുവിനെ സ്തുതിക്കുന്നതും അവന്റെ ജനനത്തെ ബഹുമാനിക്കുന്നതും അവഗണിച്ചു. ഇതെല്ലാം ക്രിസ്തുവിനെ അവഹേളിച്ചതിന് തുല്യമായിരുന്നു. ശത്രു സാവധാനം എന്നാൽ സ്ഥിരോത്സാഹിയായി അവന്റെ നാമം നീക്കിക്കളയാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകാലം മുമ്പ് മുതൽ ക്രിസ്മസ് കാർഡുകൾ ക്രിസ്തുവിന്റെ നാമം ഒഴിവാക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കാർഡുകളിൽ കാലത്തിന്റെ ആശംസകൾ എന്നാണ് കാണുന്നത്. മറ്റു മതങ്ങളെ അലോസരപ്പെടുത്തേണ്ട എന്ന കപടനാട്യത്തിലാണ് അങ്ങനെ അച്ചടിക്കുന്നത്. ക്രിസ്തുവിന്റെ നാമം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുമ്പോഴും ആരെങ്കിലും ശരിക്കും അലോസരപ്പെടുന്നുണ്ട് എന്ന് തോന്നിപ്പോകും. സമൂഹത്തിൽ നിന്നും ക്രിസ്തുവിന്റെ നാമം ഇല്ലാതാക്കാൻ അത്തരം പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിന്റെ നാമം ഇല്ലാതാക്കാനുള്ള പിശാചിന്റെ പ്രയത്നങ്ങളുടെ ഭാഗമാണ്. ആളുകൾ ചോദിക്കാറുണ്ട്, എവിടെയാണ് അന്തിക്രിസ്തു? എപ്പോഴാണ് അവൻ വരുന്നത്? എന്റെ ഉത്തരം ഇതാണ്: അന്തിക്രിസ്തു ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്തിൽ ക്രിസ്തുവിനെ ഇല്ലാതാക്കാനാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഡിസംബർ 24, 1991 ക്രിസ്തുവിന്റെ മുന്നറിയിപ്പിൽ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് ഞാൻ വരുന്നത് സമാധാനത്തിന്റെ വ്യവസ്ഥകളും സ്നേഹത്തിന്റെ സന്ദേശവുമായാണ്. എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സമാധാനം ഭൂമിയിൽ നിന്ദിക്കപ്പെടുന്നു. അവർക്ക് നൽകുന്ന സ്നേഹം നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു, അതും എൻ്റെ ജനനത്തിന്റെ തലേന്ന്. മനുഷ്യവംശം ഈ ദിവസം ആഘോഷിക്കുന്നത് എൻ്റെ പരിശുദ്ധമായ നാമം ഒഴിവാക്കിയും എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വിനോദത്തിനു വേണ്ടിയും വിഗ്രഹങ്ങളെ ആരാധിച്ചുമാണ്. എൻ്റെ മക്കളുടെ ഹൃദയം ദുർബലവും അവർ നിദ്രാധീനരുമാണെന്ന് കണ്ട് സാത്താൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സുനാമിയെക്കുറിച്ചും ഭാവിയിലെ മറ്റു സംഭവങ്ങളെക്കുറിച്ചുമുള്ള 4ാമത്തേതും അവസാനത്തേതുമായ മുന്നറിയിപ്പ് ഫെബ്രുവരി 18, 1993 നിലവിൽ വന്നു. ഇടിമുഴക്കവും കോപാഗ്നിയുമായി ഞാൻ വരാൻ പോകുന്ന നാളുകൾ ആഗതമായിരിക്കുന്നത് കാണുക. ഇപ്പോഴും പലരും അതിനെക്കുറിച്ച് അജ്ഞരും ഗാഠനിദ്രയിലുമായിരിക്കുന്നത് എന്നെ വിഷമിപ്പിക്കുന്നു. സൃഷ്ടികളെ, ഞാൻ നിങ്ങളുടെ ഭദ്രതയെ ഭേദിക്കാൻ എൻ്റെ സന്ദേശവാഹകരെ ഒന്നിനു പുറകെ ഒന്നായി അയക്കുന്നു. നിങ്ങളുടെ എതിർപ്പും ഉദാസീനതയും കാരണം ഞാനിപ്പോൾ പരിക്ഷീണിതനായിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഉന്മത്തരായി എൻ്റെ വചനങ്ങളെ എതിർക്കുന്നു. പക്ഷേ ഇത് എന്നേക്കും നിലനിൽക്കുകയില്ല. ഉടൻ തന്നെ നിങ്ങൾ കീഴടങ്ങും. നിങ്ങളുടെ വിഭാഗീയത മൂലം എൻ്റെ സഭ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഭൂമി ഇളകുകയും ഒരു കൊള്ളിമീൻ കണക്കെ തൽസ്ഥാനത്തു നിന്ന് ആടി നടക്കുകയും മലകളും ദ്വീപുകളും തൽസ്ഥാനത്തു നിന്നും പിഴുതെറിയപ്പെടുകയും ചെയ്യും. ഭൂമുഖത്തെ സകല രാജ്യങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്യും. നീ ദർശനത്തിൽ കണ്ടതുപോലെ ആകാശം ഒരു ചുരുൾ കണക്കെ അപ്രത്യക്ഷമാവും. ഒരു മഹായാതന എല്ലാവരുടെയും മേൽ വന്നു പതിക്കും. അവിശ്വാസിക്ക് ക്ലേശവും. എന്നെ കേൾക്കുക, ഇന്ന് മനുഷ്യൻ നിന്നോട് പറയും, എന്തെന്നാൽ ജീവിക്കുന്നവൻ ഞങ്ങളോട് കരുണ കാണിക്കും. നിന്റെ പ്രവചനങ്ങൾ നിന്റെ തന്നെ അരൂപിയിൽ നിന്നാണ്, അത് ദൈവത്തിൽ നിന്നല്ല. അവരോട് പറയുക, ജീവിക്കുന്നവർ എന്ന കീർത്തിയുള്ളവരെങ്കിലും നിങ്ങൾ മൃതരാണ്. നിങ്ങളുടെ അവിശ്വാസം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. എന്തെന്നാൽ എൻ്റെ കരുണയുടെ സമയത്ത് നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എൻ്റെ സൃഷ്ടികൾക്ക് മുന്നറിയിപ്പ് നൽകാനും അവരെ രക്ഷിക്കുവാനുമുള്ള എൻ്റെ ശബ്ദം എനിക്ക് വേണ്ടി സംസാരിക്കുന്നവരിലൂടെ വ്യാപിക്കുന്നത് തടയുകയും ചെയ്തു. സുനാമിയെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞരുടെ നിഗമനം ഇങ്ങനെയായിരുന്നു: സുനാമി തിരകൾക്ക് കാരണമായ ഭൂകമ്പം
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായപ്പോൾ മുഴുവൻ ഭൂമിയും കുലുങ്ങിയും ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് മാറിപ്പോകുകയും ചെയ്തു. ഭൗമപാളികളുടെ സ്ഥാനചലനം 600 മൈലുകളിലേറെ നീളമുള്ള വിള്ളലുണ്ടാക്കുകയും ഈ വിള്ളലിലൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടിന് ഉദ്ദേശം 10 അടി നീളത്തിലും അനേകമടി പൊക്കത്തിലും സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തു. സുമാത്ര ദ്വീപും മറ്റു ദ്വീപുകളും അവയുടെ ആദ്യ സ്ഥാനത്ത് നിന്നും അനേക ദൂരം മാറിപ്പോയി. ഇത് അത്യാപത്തു വിതച്ച സംഭവമായിരുന്നു. തീർച്ചയായും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചുകുലുക്കുന്ന സംഭവം. സുനാമി വാർത്തകൾ നമ്മെ ഞെട്ടിക്കുകയും എല്ലാവരിലും ഉഗ്രഭീതി ഉളവാക്കുകയും ചെയ്തു. പക്ഷെ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് ആർക്കും പറയാനാവില്ല. അവന്റെ മുന്നറിയിപ്പുകൾ അവനു വേണ്ടി സംസാരിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ വരുന്നു. പക്ഷെ മിക്കവാറും നമ്മുടെ പ്രതികരണം ഇതാണ്: ഞങ്ങൾക്ക് ഈ മുന്നറിയിപ്പുകളുടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് വിശുദ്ധ ബൈബിളും സഭാപിതാക്കന്മാരുടെ പ്രമാണങ്ങളുമുണ്ട്. ഞങ്ങൾ ബലിയർപ്പിക്കുന്നതിലും പ്രാർത്ഥനകളിലും വീഴ്ച വരുത്തുന്നില്ല. ഞങ്ങൾക്ക് നേരത്തെ തന്നെ നൽകപ്പെട്ടതിൽ കൂടുതൽ എന്താണ് ക്രിസ്തുവിന് ഞങ്ങളോട് പറയാനുള്ളത്? അവർ അവരുടെ കാതുകൾ അടച്ചു വയ്ക്കുകയും ദൈവത്തിന്റെ വാക്ക് വ്യാപിപ്പിക്കുന്നതിന് ഒന്നിനു മീതെ ഒന്നായി തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആ നാട്ടിലെ നിവാസികളെയും അവിടെ അവധിക്കാലം ആഘോഷിക്കാൻ വന്നവരെയും അല്പനിമിഷത്തിനുള്ളിൽ ഇരയാക്കി ഈ പ്രകൃതി ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴുണ്ടായ തീവ്ര ദുഃഖവും നടുക്കവും വല്ലാതെ അസഹ്യപ്പെടുത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് അതിൽ കുറെ കുട്ടികളും ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ. എന്നാൽ അതിനെ തുടർന്നുണ്ടായ ചില അത്ഭുതങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചു. 22 ദിവസം പ്രായമുള്ള കുഞ്ഞ് ഒരു മെത്തയിൽ ഒഴുകി നടക്കുന്നു. ഒരു ചെറിയ സ്വീഡിഷ് ബാലൻ കുഴപ്പമൊന്നുമില്ലാതെ ജീവനോടെ ഇരിക്കുന്നു. ആവശ്യക്കാരെ സഹായിക്കാൻ ആളുകൾ നിസ്വാർത്ഥരായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ ദുരന്തം മനുഷ്യർ എത്ര ദുർബലരും ചെറിയവരുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടവരാണെന്നും. ഈ അത്ഭുതങ്ങൾ ഹൃദയങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനും പ്രേരിപ്പിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇത്രയും തീവ്രതയുള്ള ഒരു ദുരന്തം സംഭവിക്കുകയും നിരവധി നിഷ്കളങ്ക ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ചില ആളുകൾ അതിന്റെ കുറ്റം പാപപങ്കിലമായ മനുഷ്യവർഗത്തെക്കാളും ദൈവത്തിൽ ആരോപിക്കുന്നു. പലരും ദൈവത്തെ ഓർക്കുന്ന ഒരേ ഒരു സമയമായിരിക്കും അത്. അവർ ദൈവത്തെക്കുറിച്ച് ദേഷ്യത്തോടെ സംസാരിക്കുന്നു. അങ്ങനെ അവനെതിരെ കൂടുതൽ അപരാധം പ്രവർത്തിക്കുന്നു. അവർ ഇപ്രകാരം പറയുന്നത് കേൾക്കാം: ദൈവം നല്ലവനെങ്കിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എങ്ങനെ? വേദനയും ദുഃഖവും മനുഷ്യനെ കൊണ്ട് മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യും. ഈ ദുരന്തങ്ങൾ അതിന്റെ കാഠിന്യത്തിൽ തന്നെ അനുഗ്രഹത്തിന്റെ അവസരങ്ങളുമാകാം. എന്നാൽ നാം ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ ഗവനിച്ചാൽ അവയിൽ ചിലതെല്ലാം മുഴുവനായും അകറ്റുവാനും സാധിക്കും. ഫെബ്രുവരി 18, 1993 നൽകിയ പ്രവചനത്തിൽ നമ്മൾ ഹൃദയ പരിവർത്തനം നടത്തി ദൈവത്തിങ്കിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഭൂമിയുടെ മേൽ വന്നു പതിക്കാൻ പോകുന്ന അന്ധകാരത്തിന്റെ മണിക്കൂറിനെ കുറിച്ചും ദൈവം സംസാരിച്ചു. 6ാം മുദ്ര തുറക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരും വെള്ളി വെളിച്ചം പോലുമില്ലാത്ത കടുത്ത അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും. പാതാളത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ധൂമം ഭീമാകാരമായ തീച്ചൂളയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുക പോലെ സൂര്യനെയും ആകാശത്തെയും മൂടും. നിങ്ങൾ അണലികളെക്കാൾ മെച്ചമല്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ നിങ്ങളെ മണ്ണോട് ചേർത്ത് ഞെരിക്കും. നിങ്ങൾ വീർപ്പുമുട്ടുകയും നിങ്ങളുടെ പാപങ്ങളിൽ ശ്വാസം മുട്ടുകയും ചെയ്യും. അന്ധകാരത്തിന്റെ മണിക്കൂർ ആഗതമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അന്തരംഗങ്ങൾ വെളിപ്പെടുത്തും. നിങ്ങളുടെ ആത്മാവ് കരിക്കട്ട പോലെ കാണപ്പെടുമ്പോൾ അതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത ദുഃഖം നിങ്ങൾ അനുഭവിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ അന്ധകാരം നിങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന അന്ധകാരത്തെക്കാളും തീവ്രമാണെന്നറിഞ്ഞ് മാറത്തടിച്ച് വിലപിക്കുകയും ചെയ്യും. മനുഷ്യജീവിതം ഞാൻ എന്നത്തെക്കാളും ദുർലഭമാക്കും. എന്റെ ക്രോധം ശമിപ്പിക്കപ്പെടുമ്പോൾ എന്റെ സിംഹാസനം ഞാൻ നിങ്ങൾ ഓരോരുത്തരിലും സ്ഥാപിക്കും. ഒരേ ശബ്ദത്തിൽ ഒരേ ഒരു ഹൃദയത്തോടെ ഒരേ ഭാഷ ഉപയോഗിച്ച് നിങ്ങൾ കുഞ്ഞാടിനെ പ്രകീർത്തിക്കും. ഈ ഖണ്ഡികയിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്: മുന്നറിയിപ്പിന്റെ ദിവസത്തിൽ ദൈവം സവിശേഷമായ ഒരു രീതിയിൽ നമ്മുടെ അന്തരംഗത്തെക്കുറിച്ചും നമ്മുടെ ആത്മാവിൽ എന്താണ് നാം സംഭവിക്കുന്നതെന്നും വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പ്രകാശത്തിൽ ആത്മാവിന്റെ അവസ്ഥ വെളിപ്പെടുമ്പോൾ അധർമ്മികൾ ഞെട്ടുകയും അസഹ്യമായ വേദന അനുഭവിക്കുകയും ചെയ്യും. ആത്മാവിന്റെ ഇരുണ്ട അവസ്ഥയിലും ദൈവം നമ്മെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൃദയത്തിന്റെ ജാലകത്തിലൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഭൂമിയെ മാത്രമല്ല
പ്രപഞ്ചം മുഴുവനെയും അപകടത്തിലാക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. മാർച്ച് 8, 2000 കർത്താവ് പറഞ്ഞു, സ്വർഗം ഇത്ര കണ്ട് ഭൂമിയോട് ചാഞ്ഞിരിക്കുന്ന സമയം മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. കുറച്ചു കാലം മുമ്പ് ഭൂമിയിൽ നിന്നും 1-2 നെടുവീർപ്പുകൾ കേൾക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ ഒന്നും കേൾക്കാതെയായി. ഈ മൃതശരീരത്തിൽ നിന്നും കേൾക്കുന്ന പൊങ്ങച്ചം പറച്ചിൽ ഇങ്ങനെയാണ്: നോക്കൂ, എനിക്ക് മരുഭൂമിയിൽ പെലിക്കൻ പക്ഷിയെപ്പോലെ ജീവിക്കാൻ കഴിയും. ജീർണതകൾക്കിടയിൽ ഒരലറുന്ന മൂങ്ങയെപ്പോലെ ജീവിക്കാൻ കഴിയും. ദൈവത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയും. എന്തെന്നാൽ ദൈവത്തെക്കാൾ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. 2002 ഫെബ്രുവരി 7 ലോകത്തിനും അമേരിക്കയ്ക്കുമായി താഴെ കാണുന്ന മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ രാജ്യത്തെ ഭരണനിർവഹണം നടക്കുന്നത് എന്റെ സ്നേഹത്തിന്റെ നിയമങ്ങളെ എതിർക്കുന്ന പരദേശികളുടെ നിയമസമ്പ്രദായം അനുസരിച്ചാണ്. ഭൂമിയെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവനും അസ്ഥിരപ്പെടുത്തുന്ന നീചമായ കുറ്റകൃത്യം ചെയ്യുന്ന നിയമങ്ങൾ. നിങ്ങളുടെ ആസൂത്രണങ്ങൾ നിങ്ങൾക്കെതിരായി തിരിയുന്നത് ഞാൻ മുകളിൽ നിന്നും കാണുന്നു. ലോകം ഇപ്പോൾ തന്നെ അതിന്റെ സ്വന്തം രീതികളുടെ ഫലം അനുഭവിക്കുന്നു. അത് പ്രകൃതിക്ഷോഭങ്ങളുമായി മറുതലിക്കാൻ പ്രകൃതിയെ പ്രകോപിപ്പിക്കുന്നു. അത് വൻ പ്രകൃതി ദുരന്തങ്ങൾ നിങ്ങളുടെ മേൽ വരുത്തിവെക്കുന്നു. നിങ്ങളുടെ ഗൂഢാലോചനകൾ അതിന്റെ കഴുത്തു ഞെരിക്കുന്നു. ഞാൻ നിങ്ങളെ വർഷങ്ങളോളം കൈനീട്ടി വിളിച്ചു. വളരെ ചുരുക്കം പേർ മാത്രമാണ് അത് ശ്രദ്ധിച്ചത്. ഈ വിശുദ്ധീകരണം ഇപ്പോൾ ഒരു മഹാപീഡനം പോലെ ഈ തലമുറയിൽ പതിച്ചിരിക്കുന്നു. ഇത് അനേകരെ എന്നിലേക്ക് അടുപ്പിക്കും. എന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അവരുടെ ദുരിതത്തിൽ എന്നിലേക്ക് മടങ്ങി വരും. ലോകം മുഴുവൻ അതിന്റെ തിന്മയിൽ ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കുന്നു. വിരോധാഭാസമെന്ന് തോന്നും. ലോകം സമാധാനാഹ്വാനം നടത്തുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ തിന്മകൾ മൂലമാണ് നമുക്കത് നേടാനാകാത്തത്. സെപ്റ്റംബർ 30, 2002 കർത്താവ് എന്നോട് പറഞ്ഞു, സമാധാനം വിളംബരം ചെയ്യുന്ന വേദികളിൽ ഉയർന്നു നിൽക്കുന്നവർ തന്നെയാണ് എന്റെ കൽപ്പന ലംഘിക്കുന്നത്. ഞാനുമായി യുദ്ധത്തിലേർപ്പെട്ടവർ എങ്ങനെയാണ് സമാധാനം സ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുക. 80കളിൽ യേശു എന്നെ സമീപിച്ചപ്പോൾ തന്നെ നമുക്ക് മുന്നറിയിപ്പുകൾ തരികയായിരുന്നു. അപ്പോൾ തന്നെ പിതാവിന്റെ പാനപാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അവന്റെ നീതിയെ പ്രകോപിപ്പിക്കുകയാണെന്നും അത് അഗ്നി കൊണ്ടുള്ള ശിക്ഷയിലേക്ക് നമ്മെ നയിക്കുമെന്നും പലതവണ അവൻ പറഞ്ഞു. എന്നാൽ ആ സമയത്ത് അത് ഉപാധികളോടെ ആയിരുന്നു. അതിനുശേഷം 15 വർഷങ്ങൾ കടന്നുപോയി. ദൈവത്തിന്റെ സന്ദേശങ്ങൾ ഗൗനിക്കപ്പെടാതിരുന്നതിനാൽ ദൈവത്തിന്റെ ന്യായവിധി പൂർണ്ണമായും പിൻവലിക്കപ്പെടുകയില്ലെന്നും യേശു പറഞ്ഞു. എങ്കിലും ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടും അനുതപിച്ചുകൊണ്ടും ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം നയിച്ചുകൊണ്ടും അതിന്റെ കാഠിന്യം കുറയ്ക്കാം. പരിത്യാഗ പ്രവൃത്തികൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രത്യേകമാം വിധത്തിൽ ഒരൾത്താരയ്ക്ക് ചുറ്റും സഭകളുടെ അനുരഞ്ജനം കൊണ്ടും അഗ്നിയുടെ തീവ്രത കുറയ്ക്കാം. ജനുവരി 7, 2008 കന്യാമറിയം വെളുപ്പിന് 3:10 കഴിഞ്ഞ് എന്നെ ഉണർത്തി. മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടതും മുൻകൂട്ടി പറയപ്പെട്ടതുമായ സംഭവങ്ങളുടെ വളരെ അടുത്താണ് എത്തി നിൽക്കുന്നതെന്നും എന്നോട് പറഞ്ഞു. ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുകയും ദൈവത്തെ ബഹുമാനിക്കാതിരിക്കുകയും കാപട്യവും വിദ്വേഷവും മൂലം ലോകം ക്ഷണിച്ചു വരുത്തിയ സംഭവങ്ങൾ. ലോകം അപകടത്തിലാണ്. അത് അഗ്നി കൊണ്ടുള്ള ശിക്ഷ മൂലം സഹിക്കും. മനുഷ്യൻ പാപത്തെ പിരിയാൻ തയ്യാറല്ലാത്തതിനാൽ ദൈവത്തിന്റെ ക്രോധത്തെ ഇനിയും തടഞ്ഞു നിർത്താനാവില്ല. അത് നമ്മുടെ മേൽ പതിക്കും. ഈ വർഷക്കാലം അത്രയും ദൈവത്തിന്റെ കാരുണ്യം സാധ്യമായവരെയെല്ലാം തന്നിലേക്ക് അടുപ്പിക്കാനും തന്റെ കരം നീട്ടി അവരെ രക്ഷിക്കാനും ശ്രമിച്ചു. വളരെ കുറച്ചു പേർ മാത്രമാണ് അത് ശ്രദ്ധിച്ചത്. അവന്റെ കരുണയുടെ സമയത്തെ ഇനിയും പിടിച്ചു നിർത്താനാവില്ല. എല്ലാവരും പരീക്ഷിക്കപ്പെടുന്ന സമയം വരുന്നു. ഭൂമി അഗ്നിയുടെ നദികൾ പുറത്തേക്കൊഴുക്കും. ഹൃദയത്തിൽ ദൈവമില്ലാത്ത ജീവിച്ചാലുള്ള നിസ്സഹായതയും മൂല്യമില്ലായ്മയും ഭൂമിയിലെ ജനങ്ങൾ മനസ്സിലാക്കും. ദൈവം ഇളകാത്തവനും അവന്റെ വാക്കിൽ സത്യവാനുമാണ്. ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുന്നവർ പരീക്ഷിക്കപ്പെടുകയും അവന്റെ കാരുണ്യത്തെ തിരസ്കരിച്ചവർ ദൈവികാഗ്നിയുടെ രുചി അറിയുകയും ചെയ്യുന്ന സമയം വന്നു കഴിഞ്ഞു. ഈ അവസരത്തിൽ സഭയെ പീഡിപ്പിക്കുന്നവരെയും ദൈവത്തിന്റെ കാരുണ്യ പ്രവൃത്തികളെ കുറിച്ച് അജ്ഞതയുള്ളവരെയും കുറിച്ച് ചോദിച്ചു. നമ്മുടെ മാതാവ് ഇങ്ങനെ ഉത്തരം പറഞ്ഞു: അവരും അവരവരർഹിക്കുന്നതിലൂടെ കടന്നുപോകും. മാതാവ് ബലിയർപ്പണത്തെക്കുറിച്ച് തുടർന്ന് പറഞ്ഞു: നമ്മളെ തന്നെ പൂർണ്ണമായി സൃഷ്ടാവായ ദൈവത്തിന് സമർപ്പിക്കാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനും
ഹൃദയ പരിവർത്തനം മാത്രമല്ല, ബലിയർപ്പണവും നിരന്തരമായ പ്രാർത്ഥനയും ആവശ്യമാണെന്നും പറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹവും സഹചരോടുള്ള മഹാമനസ്കതയും അനുഗ്രഹീതമാകുന്നു. അവൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ പങ്കുവയ്ക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന പുരോഹിതരിൽ സന്തുഷ്ടരാണ്. അവർ ധൈര്യത്തോടെ തുടരണം. എന്തെന്നാൽ അവർ ദൈവാത്മാവിൽ നിന്നും പ്രത്യേക കൃപകൾ സ്വീകരിച്ചവരും ആ ആത്മാവിലൂടെ കർത്താവിലും അവന്റെ രക്ഷാകര പദ്ധതിയിലും ശക്തരായി തീർന്നവരുമാണ്. അവൾ പറഞ്ഞു, ക്രിസ്തു അവന്റെ സമാധാനം അവർക്ക് നൽകുന്നു. സ്വയം ബലിയായി നൽകിയവർക്ക് വരാനിരിക്കുന്ന അഗ്നി കൊണ്ടുള്ള ന്യായവിധിയുടെ തീവ്രത കുറഞ്ഞിരിക്കും. എന്തെന്നാൽ അവർ ജീവനിലേക്ക് അവരെ നയിച്ച ദൈവത്തിന്റെ വിളി ആത്മാവിൽ അനുഭവിക്കും. അനവധി ആളുകൾ പാപത്തിൽ വീണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നുവെങ്കിലും കുറെ ആളുകൾ തിരിച്ചു വരും. എന്നാൽ നിരവധി ആളുകൾ പരാജയപ്പെട്ട് അവർക്ക് നൽകപ്പെട്ട വചനത്തെ ധിക്കരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ അമ്മ സന്ദേശമായി തന്നത്. നവംബർ 28, 2009. നമ്മുടെ കർത്താവ് എന്നെ വിളിച്ചു. എല്ലാവർക്കും വിതരണം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും അവന്റെ കരുണയ്ക്കായി യാചിക്കുവാനുമായി ഒരു പ്രാർത്ഥന നൽകി. ഇതാണ് കർത്താവ് പറഞ്ഞത്: വസുല, നീ ഇങ്ങനെ അഭിസംബോധന ചെയ്യുക: വാത്സല്യനിധിയായ പിതാവേ, നിന്റെ ക്രോധം കൊണ്ട് ഈ തലമുറയെ പ്രഹരിക്കരുതേ. എന്തെന്നാൽ അവർ കൂട്ടത്തോടെ നശിക്കും. കഠിന ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് അങ്ങയുടെ ആട്ടിൻകൂട്ടത്തെ പ്രഹരിക്കരുതേ. എന്തെന്നാൽ ജലം വറ്റി വരളുകയും പ്രകൃതി വരണ്ടുപോകുകയും ചെയ്യും. ഒരു തരി പോലും അവശേഷിക്കാതെ എല്ലാം നിന്റെ ക്രോധത്തിൽ ഇല്ലാതായിത്തീരും. നിന്റെ ചുടുനിശ്വാസത്താൽ ഭൂമി ഒരു മാലിന്യ കൂമ്പാരമായി കത്തിയെരിയും. ചക്രവാളത്തിൽ ഒരു നക്ഷത്രം കാണപ്പെടും. രാത്രിയിൽ സംഹാര താണ്ഡവം നടക്കും. ഹിമകാലത്തിലെ മഞ്ഞുപോലെ ചാരം വർഷിക്കപ്പെടും. അത് നിന്റെ ജനത്തെ പ്രേതങ്ങളെന്ന് തോന്നും വിധം മൂടും. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, കഠിനമായി ഞങ്ങളെ വിധിക്കരുതേ. അങ്ങയിൽ ആനന്ദിക്കുന്ന ഹൃദയങ്ങളെയും അങ്ങായിരിക്കുന്ന ഹൃദയങ്ങളെയും ഓർമ്മിക്കണമേ. നിന്റെ വിശ്വാസികളെ ഓർമ്മിക്കണമേ. നിന്റെ കരം കരുത്തോടെ ഞങ്ങളെ ഉയർത്തുകയും ചെയ്യണമേ. നിന്റെ നിയമങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് വളരെ അടിയന്തരമാണെന്ന്. ചക്രവാളത്തിൽ ഒരു നക്ഷത്രം കാണപ്പെടും. രാത്രിയിൽ സംഹാര താണ്ഡവം നടക്കും. ഹിമകാലത്തിലെ മഞ്ഞു പോലെ ചാരം വർഷിക്കപ്പെടും. അത് നിന്റെ ജനത്തെ പ്രേതങ്ങളെന്ന് തോന്നും വിധം മൂടും എന്ന വചനം കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടി. കാരണം അത് പറയുമ്പോൾ യേശുവിന്റെ ശബ്ദം മാറി വളരെ ഗൗരവത്തിലുള്ളതായി തീർന്നു. ആ വാക്കുകൾ പ്രാർത്ഥനയുടെ മറുഭാഗത്തെ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി എനിക്ക് തോന്നി. മറ്റുള്ളവരുടെ സഹായത്തോടെ ഞാൻ ഇത് ലോകം മുഴുവനും അയച്ചു കൊടുത്തു. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇത് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4 മാസങ്ങൾക്ക് ശേഷം മാർച്ച് 20, 2010 ഐസ്ലാൻഡ് എന്ന രാജ്യത്തെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും വലിയ ചാരം നിറഞ്ഞ മേഘം രൂപപ്പെടുകയും ചെയ്തു. അഗ്നിപർവ്വതത്തിന് ചുറ്റുമുള്ള സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ചില ആളുകൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അന്തരീക്ഷം ചാരം നിറഞ്ഞ മേഘം മൂലം മൂടിയിരുന്നതിനാൽ അല്പദൂരം പോലും വ്യക്തമായി കാണാൻ സാധിക്കുമായിരുന്നില്ല. ആളുകൾ ചാരം കൊണ്ട് മൂടപ്പെട്ട് പ്രേതത്തെ പോലെ കാണപ്പെട്ടു. ആകാശ ഗതാഗതം നിർത്തലാക്കപ്പെട്ടു. വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടതുമൂലം ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത്. ലോകമെമ്പാടും യാത്രക്കാർ കുടുങ്ങിപ്പോയി. പഴങ്ങളും മത്സ്യവും മറ്റുൽപ്പന്നങ്ങളും സംഭരണശാലകളിൽ ചെയ്യാൻ തുടങ്ങി. ഏപ്രിൽ 14, 2010 അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അമേരിക്കയിലെ മിഡ്വെസ്റ്റ് എന്ന സ്ഥലത്ത് ചക്രവാളത്തിൽ ഒരു തിളക്കമാർന്ന നക്ഷത്രം കാണപ്പെട്ടു. ഈ വർണ്ണശബളമായ നക്ഷത്രം ഒരു മുന്നറിയിപ്പായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അഗ്നിപർവ്വതം അടുത്ത 1.5 വർഷക്കാലം ചാരം വമിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സമീപത്തുള്ള താരതമ്യേന വലിയൊരു അഗ്നിപർവ്വം പ്രതീക്ഷിച്ചതുപോലെ പൊട്ടിത്തെറിച്ചില്ല. ഈ പ്രാർത്ഥന നമുക്ക് നൽകുമ്പോൾ തന്നെ മേൽപ്പറഞ്ഞ ഉൽക്ക ഭൂമിയെ സമീപിക്കുന്നത് ദൈവത്തിന് അറിയാമായിരുന്നു. ഈ ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാനല്ലെങ്കിൽ ദൈവം 4 മാസം മുമ്പ് ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയത് എന്തിന് എന്ന് ഒരാൾക്ക് ചോദിക്കാം. ഈ ലോകത്തിൽ നിരവധി ആളുകൾ ഉദാസീനതയിലും ആലസ്യത്തിന്റെ അരൂപിയിലുമാണ് ജീവിക്കുന്നത്. നിരവധി പുരോഹിതന്മാർ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തുകയും അത് ശ്രദ്ധിക്കാതിരിക്കാൻ അവരെ തെറ്റായി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതുവഴി ദൈവത്തിന്റെ ഹിതം അറിയുന്നതിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ ദുശാഠ്യം മൂലം മോശയെ ശ്രവിക്കാതിരുന്ന ഫറവയേക്കാൾ
വലിയ ദുരിതം, കാലത്തിന്റെ അടയാളങ്ങൾ അവഗണിച്ചാൽ ഈ ഭൂമിയുടെ മേൽ വന്നു പതിക്കും. ഈ സന്ദേശങ്ങൾ അവയുടെ തീവ്രത പരിഗണിച്ചാൽ തന്നെയും നാശത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രവചനങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ മാധുര്യവും വാത്സല്യവും അത് പ്രതിഫലിപ്പിക്കുന്നു. ഈ ക്ലേശകരമായ സമയത്ത് കാലഘട്ടത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും പ്രവചനങ്ങളും ദൈവത്തിൽ നിന്നുമുള്ള ഒരു ദാനമാണ്. ഇതെല്ലാം നമ്മെ ഉണർത്തുവാനുള്ള ദൈവത്തിന്റെ അതിരില്ലാത്ത കാരുണ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഉദാത്തമായ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്ന വിളിയാണ്. അത് കാരുണ്യത്തിന്റെ മണിക്കൂറാണ്. എന്നാൽ വരാനിരിക്കുന്നത് ന്യായവിധിയുടെ സമയമാണ്. എന്തെന്നാൽ എന്നേക്കും ദൈവത്തിനെതിരെ അപരാധം പ്രവർത്തിക്കാൻ നമ്മെ അവിടുന്ന് അനുവദിക്കുകയില്ല. അത് ഏത് സമയത്ത് സംഭവിക്കും എന്ന് മാത്രമേ അറിയുവാനുള്ളൂ. യേശു നമ്മളോട് ചോദിക്കുന്നു, തലമുറയെ ഐക്യം സംഭവിക്കും. അത് സമാധാന ശ്രമങ്ങൾ വഴിയാണോ അതോ അഗ്നി മൂലമോ? അത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്കൊരു മാറ്റം അനിവാര്യമല്ലേ? ആണെങ്കിൽ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ദൈവത്തിൻ്റെതാണ്, ദൈവം നമ്മുടേതും. ദൈവത്തിന് വിധേയപ്പെടുന്ന ആത്മാവ് വിജയം വരിക്കും. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.